കുഞ്ഞുങ്ങളെ കൊല്ലുന്ന സ്കൂളുകളും കുഞ്ഞുങ്ങളെ ബലിയാടാക്കുന്ന കൊന്നുകളയുന്ന കോച്ചിങ് സെൻ്ററുകളും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ കൂടി വരികയാണ്. നമ്മളിതൊക്കെ ഏതോ വലിയൊരു സ്റ്റാറ്റസിൻ്റെ സിമ്പിളായിട്ട് കണ്ട് അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ നടക്കുന്ന യാഥാർത്ഥ്യങ്ങളെയൊക്കെ തിരിച്ചറിയാതിരിക്കുന്നതുകൊണ്ട് സംഭവിക്കുന്നതെന്നാണെന്ന് ചോദിച്ചാൽ ഒരുപാട് കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് ഇച്ചിരി വീക്കായിട്ടുള്ള കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ മാനസികമായിട്ട് ഇച്ചിരി പുറകോട്ട് നിൽക്കുന്ന കുഞ്ഞുങ്ങൾ, അത്തരം കുഞ്ഞുങ്ങൾക്കൊക്കെ ആത്മഹത്യ ചെയ്യാനും രോഗികളാകാനും ഒക്കെയുള്ള സാഹചര്യങ്ങളിലൂടെ വളരെ വ്യാപൃതമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ നമ്മൾ പോരാടിയേ പറ്റൂ. നമ്മുടെ സമൂഹത്തിൽ നഷ്ടപ്പെടുത്തി കളയാൻ ഒരു കുഞ്ഞു പോലും ഇല്ല. അങ്ങനെ ഒരു മാതാവിനോ ഒരു പിതാവിനോ ഒരു കുടുംബത്തിനോ വേദനിക്കേണ്ട വരരുത്. എത്ര പേരെ ഡോക്ടറാക്കി എഞ്ചിനീയറാക്കി എന്നുള്ളതല്ല, എത്ര പേരെ നശിപ്പിച്ചു എന്നുള്ളതിൻ്റെയും കൂടെ കണക്കെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. മെഡിക്കൽ എഞ്ചിനീയറിംഗ് മത്സര പരീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് വലിയ ഒരു ലോകമഹായുദ്ധം പോലെ നടക്കുന്ന ഒരു കാര്യമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ വിജയിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് രാജസ്ഥാനിലെ കോട്ട എന്ന് പറയുന്ന സ്ഥലം. ഒരുപക്ഷെ ഇന്ത്യയിൽ പിന്നെ IIT-യിലേക്കും അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലേക്കും ഒക്കെ ഏറ്റവും കൂടുതൽ കുട്ടികളെ എത്തിക്കുന്ന ഒരു സ്ഥലം ഈ കോട്ടയാണ്. ഇതിനെ ചൂടുപിടിച്ചാണ് കേരളത്തിലും ചില വലിയ കേന്ദ്രങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിൽ അങ്ങനെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ അത്തരം കേന്ദ്രങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിൽ പല പ്രസ്ഥാനങ്ങളെയും കുറിച്ച് നമ്മൾ കേൾക്കുന്ന ഇത്തരം മോടി പിടിച്ച മനോഹരമായ വാർത്തകൾക്കപ്പുറം ചില പിന്നാമ്പുറങ്ങളിൽ ചില വലിയ വാർത്തകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. പലപ്പോഴും അത് പുറത്തു വരാറില്ല എന്നുള്ളതാണ്. ഒരുപാട് കുട്ടികൾ ഇത്തരം കേന്ദ്രങ്ങളിലൊക്കെ പോയി ഡിപ്രസ്ഡ് ആകുകയും മാനസിക രോഗികളാകുകയും അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 10 കൊല്ലത്തെ കണക്കുകളൊക്കെ ഭയാനകമായ കണക്കുകളാണ്. ഇത് കേരളത്തിൽ ഒട്ടും മോശമല്ല. കേരളത്തിലൊക്കെ ഇത്തരം കോച്ചിങ് സെൻ്ററുകളുടെയൊക്കെ പുറകിൽ ഭീകരമായ കൊലകൾ നടക്കുന്നുണ്ട്. കാരണം കുട്ടികൾ ഒരുപക്ഷെ വീട്ടിലായിരിക്കും ആത്മഹത്യയൊക്കെ ചെയ്യുന്നത്, ഫ്ലാറ്റിൻ്റെ മേളിൽ നിന്ന് വീഴുന്നു, അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും തരത്തിലൊക്കെ അവർ ആത്മഹത്യ ചെയ്യുന്നു. പക്ഷേ ഇതൊക്കെ പിന്നെ മറ്റെന്തെങ്കിലും കാരണങ്ങളൊക്കെ ആയിട്ട് തേച്ച് മായ്ച്ച് കളയുന്നു. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇത്തരം സ്ഥാപനങ്ങളൊക്കെ ലക്ഷക്കണക്കിന് രൂപയാണ് പത്രങ്ങൾക്കും ഈ മീഡിയയ്ക്കുമൊക്കെ അഡ്വർടൈസ്മെൻ്റായിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊന്നും വാർത്തകളായിട്ട് പ്രധാനപ്പെട്ട മീഡിയയിലൊന്നും വരില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും പണമുള്ള ആൾക്കാരുടെ മക്കളായിരിക്കും ഇത്തരം കാര്യങ്ങളിലൊക്കെ ചെന്ന് ആത്മഹത്യയിലൊക്കെ ചെന്ന് പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് മാതാപിതാക്കളുടെയും കൂടെ ഒരു തെറ്റൊക്കെ ആയതുകൊണ്ട് ഇതൊരിക്കലും പുറത്തു വരില്ല. അതെങ്ങനെയെങ്കിലുമൊക്കെ അവർ തേച്ച് മായ്ച്ച് കളയും. പക്ഷേ യാഥാർത്ഥ്യങ്ങളായി നിലനിൽക്കുകയാണ്. സത്യം ഇപ്പോൾ എത്ര മൂടി വെച്ചാലും അത് സത്യം തന്നെയാണ്. ഇത് നമ്മൾ വളരെ വിജിലൻ്റായിട്ടൊന്ന് അന്വേഷിച്ചാൽ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. മാതാപിതാക്കളോട് വളരെ സ്നേഹത്തോടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, എല്ലാ കുട്ടിയിലും ഡോക്ടറില്ല, എല്ലാ കുട്ടിയിലും എഞ്ചിനീയർ ഇല്ല. ഇനിയും ഡോക്ടറും എഞ്ചിനീയറും ഉണ്ടെങ്കിൽ തന്നെ ഇത്ര ഉന്നതമായ സ്ഥാപനങ്ങളിലൊക്കെ എല്ലാവർക്കും അഡ്മിഷൻ കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെയൊക്കെ ഡോക്ടറാക്കുന്നത് എഞ്ചിനീയറാക്കുന്നതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ ബേസിക്കലി അത്തരം കുട്ടികളിൽ അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടോ എന്നുള്ളത് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതിന് സർക്കാരിന് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. കാരണം സർക്കാർ ലോകത്തെ ഏറ്റവും ടഫായിട്ടുള്ളൊരു എക്സാമിനേഷനാണ് ഇതിനു വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് അവരുടെയും കുറ്റമല്ല. കാരണം ഇന്ത്യയിൽ പിന്നെ ചെറുപ്പക്കാരുടെ എണ്ണം കൂടുതലായതുകൊണ്ട് തന്നെ, ഇതിനുവേണ്ടി മത്സരിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലായതുകൊണ്ട് തന്നെ, അതിൻ്റെ സീറ്റ് വളരെ കുറവായതുകൊണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ സ്റ്റാൻഡേർഡ് വളരെ ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് ഇത്തരം കോച്ചിങ്ങുകളൊക്കെ ഉണ്ടായേ പറ്റുള്ളൂ. പക്ഷേ ആര് കോച്ചിങ്ങിന് പോകണം എന്നുള്ളതിന് ഒരു കൃത്യമായ അവലോകനം ഉണ്ടാവണം. ഇപ്പോൾ കേരളത്തിലെ ഒരു സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ ഇതിനുവേണ്ടി തന്നെ കുറേ 5 സ്റ്റാർ സ്കൂളുകൾ വന്നിട്ടുണ്ട്. ഈ സ്കൂളുകൾ തന്നെ കോച്ചിങ് സെൻ്ററുകളുമായിട്ട് ടൈപ്പ് ചെയ്തിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ വരുന്ന എല്ലാ കുട്ടികളെയും എങ്ങനെയെങ്കിലും എഞ്ചിനീയറിങ്ങിലും മെഡിസിനിലും ആക്കിയാൽ മാത്രമേ, അത്തരം കോച്ചിങ്ങിലാക്കിയാൽ മാത്രമേ ഇതൊക്കെ ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അവിടെയാണ് ഇതിൻ്റെ ഒരു നീചമായ ഒരു ഭാഗം നിൽക്കുന്നത്. നേരെ മറിച്ച് ഇത്തരം സ്കൂളുകൾ, ഇങ്ങനെയുള്ള എത്ര സ്കൂളുകളിൽ ഒരു 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ കുട്ടികൾക്ക് കൃത്യമായ മാർഗ്ഗനിർദ്ദേശം കൊടുക്കുന്നുണ്ട്, കരിയർ ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. അവിടുത്തെ മാതാപിതാക്കൾക്ക് ഇത്തരം കരിയർ ഗൈഡൻസ് അവിടെ കൊടുക്കുന്നുണ്ട്. എൻ്റെ അന്വേഷണത്തിൽ ഇത്തരത്തിലുള്ള വലിയ സ്കൂളുകളൊന്നും ഇതുപോലുള്ള ശരിയായ രീതിയിലുള്ള കരിയർ ഗൈഡൻസ് കൊടുക്കുന്നില്ല. പിന്നെ ചെയ്യുന്ന ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. അത് ഈ ടെസ്റ്റൊക്കെ നടത്തുന്ന ഏജൻസി ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാമെങ്കിൽ എല്ലാ കുട്ടിയുടെയും ആപ്റ്റിറ്റ്യൂഡ് എഞ്ചിനീയറിങ്ങിൻ്റെയും മെഡിസിൻ്റെ ആപ്റ്റിറ്റ്യൂഡായിട്ട് കാണിക്കുകയും, അതൊന്നും ഒരു ശരിയായ കാര്യമല്ല. മാതാപിതാക്കളും കുട്ടികളും ഒരുമിച്ചിരുന്ന് നല്ല എമിനൻ്റ് ആയിട്ടുള്ള കരിയർ കൗൺസിലേഴ്സിൻ്റെ
മാർഗനിർദ്ദേശ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അവർക്ക് സ്വയം അവലോകനം ചെയ്യാനും ഇത് തന്നെയാണോ വേണ്ടത് അതോ വേറെന്തെങ്കിലും ആണോ വേണ്ടതെന്ന് അറിയാൻ സാധിക്കും. ഒന്ന്. രണ്ടാമതായിട്ട് ഈ മെഡിസിനും എഞ്ചിനീയറിങ്ങും അല്ലാതെ ഇന്ന് ലോകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു 30 വർഷമോ അല്ലെങ്കിൽ 20 വർഷം മുമ്പ് മെഡിസിനും എഞ്ചിനീയറിങ്ങും ആയിരുന്നു ഏറ്റവും ടോപ്പായിട്ടുള്ള കാര്യങ്ങളെങ്കിൽ ഇന്ന് അങ്ങനെയൊന്നുമല്ല. ഇന്ന് ലോകത്ത് വിവിധങ്ങളായ ഒരുപാട് മേഖലകളാണ് ഉരുത്തിരിഞ്ഞ് വരുന്നത്. ഈ എഞ്ചിനീയേഴ്സിനും ഡോക്ടേഴ്സിനും ഒന്നും ഇനി അങ്ങോട്ടുള്ള കാലത്ത് വലിയൊരു പ്രിവിലേജ്ഡ് കരിയറൊന്നും കിട്ടണമെന്ന് നിർബന്ധവുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്തരം കാര്യങ്ങളെ പറ്റിയെല്ലാം മൂടി വെച്ചിട്ട് അങ്ങനെയുള്ള വഴികളെല്ലാം അടച്ചു വെച്ചിട്ട് കുഞ്ഞുങ്ങളെ ഇത് മാത്രം കാണിച്ച് ഇതിന് ശേഷം പ്രളയം, ഇത് ഇല്ലെങ്കിൽ ലോകം അവസാനിച്ചു എന്നൊക്കെയുള്ള ധാരണയിൽ കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും പ്രഷർ ചെയ്യുമ്പോഴാണ് ഇത്തരം കച്ചവടത്തിലേക്ക് എല്ലാവരും ചെന്ന് വീഴുകയും ഇതുപോലെ ആത്മഹത്യകളും മാനസിക രോഗ ദുരന്തങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടാകുന്നു. അപ്പോൾ ഇനി സ്കൂളുകൾ അങ്ങനെ നടത്തിയില്ലെങ്കിൽ വിവരമുള്ള മാതാപിതാക്കൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് സ്വയം അവരേറ്റെടുത്ത് കൊണ്ടുപോവുകയൊക്കെ ചെയ്യും. പക്ഷെ പല മാതാപിതാക്കളിലും ഞാൻ കാണുന്നൊരു കാര്യം, അവർക്ക് ഇതൊരു ആവേശമാണ്. എങ്ങനെയെങ്കിലും എൻ്റെ മോനെ, എനിക്കും ആവാൻ പറ്റിയില്ല, എൻ്റെ മോനെ ഒരു ഡോക്ടറാക്കണം, അല്ലെങ്കിൽ എൻ്റെ മോനെ ഒരു പ്രീമിയം എഞ്ചിനീയറിംഗ് കോളേജിൽ എത്തിക്കണം. ഇതിനുവേണ്ടി മാതാപിതാക്കൾക്ക് ഒരു രഹസ്യ അജണ്ടയുണ്ട്. അതുകൊണ്ടാണ് മാതാപിതാക്കളും പലപ്പോഴും ഒരു പ്യുവറായിട്ടുള്ളൊരു കരിയർ ഗൈഡൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്തൊന്നും കുട്ടികളെ കൊണ്ടുപോകുന്നില്ല. ഒരു ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കുമ്പോൾ പോലും ഒരു 10,000, 1000 രൂപയ്ക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഒരു 10,000 രൂപയ്ക്ക് കിട്ടുന്ന ഒരു സർവീസെങ്കിലും ആയിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ. പക്ഷേ അതിനൊന്നും പോകില്ല. നേരെ മറിച്ച് ഇതുപോലുള്ള വലിയ 5 സ്റ്റാർ സംവിധാനത്തിൽ കൊണ്ട് കുട്ടിയെ ഇടുകയാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ കുട്ടികളെ ഇൻഡിവിജ്വലായിട്ട് മനസ്സിലാക്കാനൊന്നും യാതൊരു സമയം ആർക്കും ഇല്ല. ഓരോ കുട്ടിയെ അനലൈസ് ചെയ്യാനൊന്നും ആർക്കും സമയമില്ല. സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുന്നു, എല്ലാ കുട്ടികളും ഒരു ഭയങ്കര കോൺസെൻട്രേഷൻ ക്യാമ്പിനകത്തോട്ട് പോയി വീഴുന്ന അവസ്ഥയാണ്. അതിൽ സർവൈവ് ചെയ്യുന്ന കുറച്ച് പേര് കാണും, സർവൈവ് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾ കാണും. അത്തരം കുട്ടികൾ അതിനകത്ത് തെറ്റിപ്പോകാനും വീണു പോകാനും കുറഞ്ഞു പോകാനും രോഗിയായി പോകാനും ആത്മഹത്യ ചെയ്യാനും ഒക്കെ സാധ്യതയുണ്ട്. പല കുട്ടികളും അവിടെ നിന്നൊക്കെ ഡിസ്കണ്ടിന്യൂ ചെയ്ത് പുറത്ത് വന്ന് ഡ്രഗ് അഡിക്റ്റുകളൊക്കെ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ മാനസിക രോഗികളായി മാറിയിട്ടുണ്ട്, ജീവിതത്തിൽ പിന്നെ ഒന്നിനും കൊള്ളാത്തവരായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം അവസ്ഥകൾ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ മാതാപിതാക്കൾക്ക് ഒരു സത്യസന്ധമായ ഒരു പങ്ക് അതിനകത്തുണ്ട്. പലരും അത് ചെയ്യുന്നില്ല എന്നുള്ള ഒരു വാസ്തവമാണ്. അതുപോലെ തന്നെ അത്തരം കോച്ചിങ് സെൻ്ററുകൾ കച്ചവടം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് അവർ കുഞ്ഞുങ്ങളുടെയും ഈ സമൂഹത്തിൻ്റെയൊക്കെ ഭാവി ഒരു സാമൂഹ്യ ബോധമൊക്കെ അവർക്ക് ഉണ്ടാകേണ്ടതാണ്. പലപ്പോഴും അത് ഉണ്ടാകുന്നില്ല എന്നുള്ളതൊരു വലിയ ക്രൂരമായ സത്യമാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എല്ലാ കുട്ടികൾക്കും ഇതിന് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ, അല്ലെങ്കിൽ ഇതിനുള്ള കഴിവുണ്ടോ, ഇതിനുള്ള മാനസിക ആരോഗ്യമുണ്ടോ, ഇതിൻ്റെ ഒരു കാഠിന്യം ശരിക്കും മനസ്സിലാക്കിയിട്ടാണോ ഇത്തരം കോഴ്സുകൾക്കൊക്കെ അവർ പോകുന്നത്, കോച്ചിങ്ങിനൊക്കെ പോകുന്നത്, ഇതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് അവരെ അതിൽ വേണ്ടാത്തവർക്ക് അത് തിരിച്ചു പോകാനും, വേണ്ടുന്നവർ പൊക്കോട്ടെ. നല്ല ഡോക്ടേഴ്സ് ഉണ്ടാകണം, നല്ല എഞ്ചിനീയേഴ്സ് ഉണ്ടാകണം, നല്ല കോച്ചിങ് സെൻറ്റേഴ്സ് ഉണ്ടാകണം, ഇതിനൊന്നും ഞാൻ എതിരല്ല. നല്ല സ്കൂളുകൾ ഉണ്ടാകണം, എല്ലാം വളരെ ആവശ്യമാണ്. പക്ഷേ ഇത്തരത്തിൽ ഒരു കുഞ്ഞെങ്കിലും നഷ്ടപ്പെട്ടു പോകുന്നെങ്കിൽ ഇന്ന് അതിന് ആ വീട്ടുകാർക്ക്, ആ മാതാപിതാക്കൾക്ക്, അതിൻ്റെ സിബിലിങ്സിനൊക്കെയാണ് അതിൻ്റെ നഷ്ടം വരുന്നത്. അതൊന്നും ഒരിക്കലും തിരിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് കഴിയില്ല. പണം കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്നതല്ല ഒരു കുഞ്ഞിൻ്റെ ഭാവി എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റിപ്പീറ്റ് ചെയ്യാനായിട്ടൊക്കെ പോകുന്ന കുട്ടികൾ ഒരിക്കൽ എഴുതിയിട്ട് വീണ്ടും റിപ്പീറ്റൊക്കെ പോകുന്നതിന് മുമ്പ് ശരിയായ ഒരു ഗൈഡൻസ് എടുക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം ഒരു കച്ചവട സ്ഥാപനത്തോട് റിപ്പീറ്റ് ചെയ്താൽ നല്ലതാണോ എന്ന് ചോദിച്ചാൽ അവർ നല്ലതാണെന്നേ പറയുള്ളൂ. കാരണം അവർക്ക് അതിൻ്റെ പണവും ലാഭവും മാത്രമാണ് ലക്ഷ്യമെങ്കിൽ ശരിയായൊരു വിദഗ്ധൻ്റെ അടുത്ത് പോയി ആ കുട്ടിക്ക് അതിനുള്ള പൊട്ടൻഷ്യലുണ്ടോ, അത് സസ്റ്റെയിൻ ചെയ്യാൻ, ആ ഒരു കോമ്പറ്റീഷൻ സസ്റ്റെയിൻ ചെയ്യാനുള്ള മാനസികാരോഗ്യവും വൈകാരിക ആരോഗ്യമുണ്ടോ, ആ ഒരു കരിയറിൽ പോകാനുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ, അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യത്തിൽ അതിന് നാളെ സന്തോഷം ലഭിക്കുമോ, ഇതൊക്കെ അനലൈസ് ചെയ്തിട്ട് വേണം കുട്ടികളെ നമ്മൾ ഇത്തരം കാര്യങ്ങൾക്ക് കൂടാൻ. പല ഡോക്ടർമാരും അൺഹാപ്പിയാണ്. ഒരുപാട് ടെക്നോളജിയിലും എൻജിനീയറിങ്ങിലും ഒക്കെ വന്ന ഒത്തിരി മനുഷ്യർ ജീവിതത്തിൽ വലിയ പരാജയമാണ്. അത് അവരുടെ കുടുംബജീവിതത്തെ ബാധിക്കുന്നുണ്ട്, തൊഴിൽ രംഗത്ത് ബാധിക്കുന്നുണ്ട്, അവരുടെ ഭാവിയെ മുഴുവൻ മീഡിയോക്കറാക്കി കളയാനുള്ള പൊട്ടൻഷ്യൽ അതിനുണ്ട്. അതുകൊണ്ട് എങ്ങനെങ്കിലും ഒരു എൻജിനീയറിങ് ഡോക്ടറെ ആക്കിയതുകൊണ്ട് കാര്യമില്ല. പിന്നെ ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ വേറെ കുറേ ബിസിനസ്സുകൾ കൂടി ഇതിനെ തഴിച്ചു വളരുന്നുണ്ട്. കാരണം ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പോയി രക്ഷപ്പെടാൻ
പറ്റാത്ത കുട്ടികളെയാണ് ഈ വിദേശ രാജ്യത്തെ ഇത്തരം കോഴ്സുകൾക്കൊക്കെ അടിച്ചുകൊണ്ട് പോകുന്നത്. വളരെ നിലവാരമില്ലാത്ത പല കോഴ്സുകളിലും, പ്രത്യേകിച്ച് വിദേശ രാജ്യത്ത് MBBS പോകുന്ന എത്ര കുട്ടികൾക്ക് ഒരു നല്ല ഡോക്ടറായിട്ട് വരാൻ പറ്റുന്നുണ്ട്. കണക്കുകൾ സൂചിപ്പിക്കുന്ന ഒരു 15% കുട്ടികൾ മാത്രമാണ് ഈ വിദേശത്തു നിന്ന് വന്ന് ഇവിടുത്തെ ഈക്വലൻസി എക്സാം പോലും പാസ്സാകുന്നുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കണം. ഒരുപാട് തരത്തിലുള്ള കള്ളപ്രചരണങ്ങളും കള്ള അഡ്വർടൈസ്മെൻറ്റുകളും ഒക്കെ നടത്തിയാണ് കുട്ടികളെയൊക്കെ പലതരത്തിലും ഇത്തരം ട്രാപ്പുകളിലൊക്കെ ആക്കുന്നത്. മാതാപിതാക്കളുടെ ആർത്തിയാണ് പലരും ചൂഷണം ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. പിന്നെ വേറൊരു വലിയ കാര്യം ഞാൻ കാണുന്നത്, കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഒരുപാട് സ്കൂളുകളുണ്ട്. ഈ അടുത്തിടയിൽ എറണാകുളത്തൊരു കുട്ടിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഞാൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ അവിടുത്തെ ഒരു വൈസ് പ്രിൻസിപ്പൽ ആണ് ആ കുട്ടിയെ അവരുടെ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ആ കുട്ടിയെ നിരന്തരമായി പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്ത് ആ കുട്ടിയെ കൊന്നുകളഞ്ഞു എന്നുള്ളതാണ്. ഇത്തരം സ്കൂളുകൾക്കൊക്കെ എതിരെ നടപടികൾ പോലും ഒന്നും ഉണ്ടാവുന്നില്ല. ഇത്തരം ധാരാളം, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. പല സ്കൂളുകളിലും മാനസിക രോഗികളായ ഒരുപാട് അധ്യാപകർ ജോലി ചെയ്യുന്നുണ്ട്, പലതരത്തിലുള്ള പ്രശ്നങ്ങളുള്ളവർ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പിന്നെ പേരൻറ്റിങ് സെഷനിലൊക്കെ പറഞ്ഞിട്ടുള്ളതുപോലെ മാതാപിതാക്കളിലെ മാനസിക പ്രശ്നങ്ങൾ കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന പോലെ തന്നെ അധ്യാപകരുടെ മാനസിക ആരോഗ്യവും കുട്ടികളെ ബാധിക്കാറുണ്ട്. അധ്യാപകർ നല്ല മാനസിക ആരോഗ്യം ഇല്ലെങ്കിൽ കുട്ടികളെ അത് ദോഷമായി ബാധിക്കും. എല്ലാ കുട്ടികളെയും ബാധിക്കില്ല, അതിനകത്ത് ഏറ്റവും വീക്കായിട്ടുള്ള കുഞ്ഞുങ്ങളെ ആയിരിക്കും അത് ബാധിക്കുന്നത്. അത്തരം അധ്യാപകരെയൊന്നും ഒരു കാരണവശാലും വെച്ചുകൊണ്ടിരിക്കരുത്. അവർക്ക് കൊടുക്കേണ്ടത് പ്രൊമോഷനല്ല, അവർക്ക് കൊടുക്കേണ്ടത് മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ട്രീറ്റ്മെൻറ്റുകളാണ്. ഇനി ഒരു കോട്ടും സൂട്ടും ഇട്ട് കുറേ ഇംഗ്ലീഷ് പറഞ്ഞാലൊന്നും അധ്യാപകനാകില്ല. അധ്യാപകൻ എന്ന് പറയുന്ന ചില ക്വാളിറ്റീസാണ്. ആ ക്വാളിറ്റീസ് ഇല്ലാത്തവരൊക്കെ പറഞ്ഞു വിടാനായിട്ട് സമൂഹത്തിൽ, പ്രത്യേകിച്ച് വലിയ വലിയ ബ്രാൻഡഡ് സ്കൂളുകളെന്നൊക്കെ അവകാശപ്പെടുന്നിടത്താണ് ഇതുപോലുള്ള ആൾക്കാർ ഇരിക്കുന്നതെന്നുള്ളത് എത്ര ക്രൂരമായ അവസ്ഥയാണ്. പല സ്കൂളുകളിലും ജനാധിപത്യപരമായ ഒരു വേദി പോലും ഇല്ല. മാതാപിതാക്കൾക്ക് ചെന്നാൽ അവർക്കിരുന്ന് സംസാരിക്കാൻ പോലും ഒരു അന്തരീക്ഷമില്ല. പലയിടത്തും പ്രിൻസിപ്പൽ എന്നൊക്കെ പറയുന്നത് ഏതാണ്ട് മുഖ്യമന്ത്രിയെക്കാളും പ്രയാസമാണ് കാണാൻ ഒരു സ്കൂളിൽ ചെന്നാൽ. ഇങ്ങനെയൊക്കെയുള്ള വളരെ തരം താഴ്ന്ന ഇതൊന്നും ഒരു ക്വാളിറ്റി അല്ല. കോട്ട് സൂട്ട് വിട്ടാലൊന്നും ഇൻ്റർനാഷണൽ ആവത്തില്ല, കുറേ ഇംഗ്ലീഷ് സംസാരിച്ചാലൊന്നും ഇൻ്റർനാഷണൽ ആകത്തില്ല. ഇൻ്റർനാഷണൽ എന്ന് പറയുന്നത്, നിങ്ങൾ വിദേശത്തേക്ക് സ്കൂളുകൾ നോക്കുക, ശരിക്കുമുള്ള സ്കൂളുകളെന്ന് പറയുന്ന ഓരോ കുഞ്ഞിനു വേണ്ടിയുമാണ്. മോഡേൺ എഡ്യൂക്കേഷൻ ഈസ് സെൻറ്റേർഡ് അറൗണ്ട് ദ ഇൻഡിവിജ്വൽ നീഡ് ഓഫ് എ ചൈൽഡ്. ഓരോ കുട്ടിയുടെ ഇൻഡിവിജ്വൽ നീഡിലേക്ക് കൺവേർജ് ചെയ്യുന്നതാണ് ട്രൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. എന്ത് തരം നിലവാരം കുറഞ്ഞ വിദ്യാഭ്യാസമാണ് നമ്മുടെ സമൂഹത്തിൽ കുട്ടികൾക്ക് കിട്ടുന്നത്. നല്ല സ്കൂളുകളെ ഒന്നും ബഹുമാനിക്കാതെ അല്ല ഇത് പറയുന്നത്. ഒരുപാട് നല്ല സ്കൂളുകളുണ്ട്, ഒരുപാട് ഗ്രേറ്റ് ടീച്ചേഴ്സ് ഈ സമൂഹത്തിലുണ്ട്. എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ പറയട്ടെ, ഇതുപോലുള്ള മാനസിക രോഗികളെയും മറ്റും നമ്മൾ സൈഡ് ലൈൻ ചെയ്തേ പറ്റുള്ളൂ. ലാഭം മാത്രം നോക്കി കോച്ചിങ്ങും മറ്റും കൊടുത്ത് കുഞ്ഞുങ്ങളെ മിടുക്കരാക്കാമെന്നൊക്കെ കള്ളവാഗ്ദാനം ചെയ്യുന്ന പല സ്ഥാപനങ്ങളെയും നമ്മൾ പൂട്ടിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനൊക്കെ എതിരെ ഒരു സാംസ്കാരിക മാറ്റം സമൂഹത്തിൽ വരേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ ഇത്തരം സ്ഥാപനങ്ങളൊക്കെ വഴിതെറ്റുന്ന കുഞ്ഞുങ്ങളെയും വീണുപോകുന്ന കുഞ്ഞുങ്ങളെയും കുറഞ്ഞു പോകുന്ന കുഞ്ഞുങ്ങളെയൊക്കെ സൃഷ്ടിക്കുന്നതിന് വലിയൊരു പങ്ക് ഈ സമൂഹത്തിൽ വഹിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ബോധവൽക്കരണത്തിന് വേണ്ടി ഈ വീഡിയോ ചെയ്തതാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് മാതാപിതാക്കളും അധ്യാപകരൊക്കെ, പ്രത്യേകിച്ച് കൗൺസിലേഴ്സിൻ്റെയും ഡോക്ടേഴ്സിൻ്റെയും സൈക്കോളജിസ്റ്റുകളുടെയും ഒക്കെ സാന്ദ്രത സമൂഹത്തിൽ ഇത്തരം രംഗങ്ങളിലൊക്കെ കുറച്ചുകൂടെ കൂട്ടാമെങ്കിൽ നമുക്കിതുപോലുള്ളതിനെയൊക്കെ കൊള്ളരുതാത്തതിനെയൊക്കെ പൂട്ടിക്കാൻ നമുക്ക് കഴിയും. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഹാപ്പി ലിവിങ്. താങ്ക് യു.